മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മന്ത്രിമാരെയും കൂട്ടി വന്നാണ് എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ചത്. ഇതേ മൊയ്സു തന്നെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ടീഷർട്ടൊക്കെ ധരിച്ച് പരസ്യ പ്രചരണത്തിൽ ചുവന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാലം കാത്തുവെച്ച ഒരു നീതിയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കാല് പിടിക്കാനായിട്ട് എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നു. ഇതിനു മുമ്പും ഇന്ത്യ വന്നിരുന്നു, അന്ന് കുറേയൊക്കെ റിക്വസ്റ്റൊക്കെ നടത്തി നമ്മൾ പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, ഇപ്പോൾ മോദി അവിടെ പോയിരിക്കുന്നത് മാൽദ്വീപ്സിൻ്റെ 60ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കാനാണ്. അപ്പോൾ ഞാൻ 2-3 ചിത്രങ്ങൾ കണ്ടു. ഒന്ന്, നരേന്ദ്രമോദി ഇരുന്ന് ഒരു കരാർ ഒപ്പിടുന്ന അടുത്തൊരു വൃദ്ധനെ പോലെ ഇങ്ങനെ വിനീത ദാസനായി നിൽക്കുന്ന മൊയ്സ്. രണ്ടാമത്തെ ചിത്രം ഞാൻ കണ്ടത് രണ്ടുപേരും ഇരിക്കുന്നു. മോദി പതിവിൽ നിന്ന് നമ്മളൊരു കണ്ടിട്ടില്ല മോദിയുടെ ഒരു ചിത്രം. മോദി ഒരു കറുത്ത കണ്ണട വെച്ചിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ചുള്ള മോദിയുടെ ഫോട്ടോ. മൊയ്സും അപ്പുറത്തിരിക്കുന്നു, രണ്ടുപേരും സംസാരിക്കുന്നു. സിനുവും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ണട വെച്ച് സംസാരിക്കുന്നു, കറുത്ത കണ്ണട വെച്ചിരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഒരു കുഴപ്പമെന്നറിയോ, സിനുവിൻ്റെ ഐ കോണ്ടാക്റ്റ് കിട്ടത്തില്ല. കാരണം നമുക്ക് ഒരു സംഭാഷണം, രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം ഏറ്റവും സാർത്ഥകമാകുന്നത് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ കണ്ണുകൾ സംസാരിക്കും. അതൊരു വൈബാണ്, ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ എന്താ അതിന് പറയുക, അതാണ് ശരിക്കും ശരി, കണ്ണുകൾ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് സിനുവിനോട് അത്ര ആത്മാർത്ഥതയൊന്നും കാണിക്കാനില്ല. ഞാൻ സിനുവിനെ അത്ര കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സിനുവിനെ ഇങ്ങനെ അലക്ഷ്യമായി വളരെ കാഷ്വലായിട്ട് സംസാരിക്കാം. അതിനകത്ത് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. അല്ലെങ്കിൽ സിനുവിന് ഞാൻ കണ്ണ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലീസ്റ്റ് കൺസിഡറേഷനാണ് തരുന്നത്. അപ്പോൾ നരേന്ദ്രമോദി അതിനുശേഷം കരാർ ഒപ്പിടുന്ന ഉൾപ്പെടെയുള്ള എയർപോർട്ടിൽ ഇറങ്ങുന്ന ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൊന്നും മോദി കണ്ണട വെച്ചിട്ടില്ല, കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ ഐവെയർ വെച്ചിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ പറയാം അത് മോദിക്ക് കണ്ണുദീനം വന്നതുകൊണ്ട് വെച്ചതാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മോദി ത്രൂ ഔട്ട് ഈ കണ്ണട വെക്കണമായിരുന്നു. അതായത് മൊയ്സുവിൻ്റെ ഒഫീഷ്യൽ ബംഗ്ലാവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്ന സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഇൻറ്റീരിയറാണ്, അല്ലേ, അകത്താണ്. ലൈറ്റ് സ്വാഭാവിക ലൈറ്റല്ല, കൃത്രിമ ഇലക്ട്രിക് വെളിച്ചത്തിലിരിക്കുമ്പോൾ എന്തിനാണ് കണ്ണട വെക്കുന്നത്? അതൊരു സന്ദേശമാണ്. ഒരു ശരീരഭാഷയൊക്കെ അനലൈസ് ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എനിക്ക് അപ്പുറത്തിരിക്കുന്ന ആളോട് അത്ര വലിയ താല്പര്യമില്ല, അയാളുടെ കണ്ണിൽ നോക്കേണ്ട കാര്യമില്ല, അയാൾ എൻ്റെ കണ്ണിൽ നോക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, നീ അത് കിട്ടുന്ന എന്തൊക്കെ മേടിച്ചിട്ട് പൊക്കോ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ അസാധാരണമായൊരു ചിത്രമാണ് ഈ കറുത്ത കണ്ണട വെച്ച് മോദി ഇവിടെ ഇരിക്കുന്ന ചിത്രം. അതിലൂടെ എന്ത് മെസ്സേജാണ് മോദി കൊടുത്തതെന്ന് നമുക്കറിയില്ല. ഏതായാലും മൊയ്സൂരിന് ലോട്ടറി അടിച്ചു. 4850 കോടിയുടെ വായ്പ ഇന്ത്യ മാൽദ്വീപ്സിന് കൊടുക്കും. മാൽദ്വീപ്സിനെ സംബന്ധിച്ച് അത് ഒരു കഞ്ഞി കുടിച്ച് കുറച്ച് കാലം ജീവിക്കാനുള്ള ഒരു പൈസയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ വ്യാപാരം കരാറുകൾ ഒപ്പുവെച്ചു. അവിടുന്ന് എന്ത് വ്യാപാരം ഇങ്ങോട്ട് വരാൻ? നമ്മുടെ സാധനം അവിടെ വിൽക്കാനേ പറ്റുള്ളൂ. പിന്നെയുള്ളത് പ്രതിരോധ കരാറുകൾ ഒപ്പുവെച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മൊയ്സു ഇന്ത്യക്കാർ പുറത്തു പോകണം, ഇന്ത്യ വിരുദ്ധതയൊക്കെ പറഞ്ഞ് ചൈനീസ് പക്ഷപാതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളം ഉടൻ മാൽദ്വീപ്സ് എന്ന് പോകണം. ഒത്തിരി പട്ടാളമൊന്നും ഇല്ലായിരുന്നു, 10-25 പട്ടാളക്കാർ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പോകണമെന്ന് ബഹളം വെച്ചു. അങ്ങനെ നമ്മൾ പട്ടാളക്കാരെ പിൻവലിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കെതിരായുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ മോദിക്കെതിരെ അവിടുത്തെ മന്ത്രിമാർ പറയുന്നു. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാർന്നോട് ചെയ്തൊരു കാര്യം വളരെ വിഖ്യാതമാണ്. നമ്മൾ നേരെ പോയി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയിട്ട് അവിടെ ഒരു കസേരയിട്ട് ലക്ഷദ്വീപിൻ്റെ കോസ്റ്റൽ ഏരിയയിലിരുന്നു. ആ ചിത്രം ലോകം മുഴുവൻ വൈറലായി. മനോഹരമായ, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പവിഴപ്പുറ്റ് ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. അവിടുത്തെ പഞ്ചാര മണ്ണിൽ നരേന്ദ്രമോദി കസാരയിട്ടിരുന്നിട്ട് അതിൻ്റെ ചിത്രങ്ങൾ അടിച്ചു. ഇതെവിടെയാണ് ഈ സ്ഥലം? ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ഒരു ബീച്ചിലിരിക്കുന്നു, അത് അത്ര പ്രധാനപ്പെട്ട ബീച്ചാണോ എന്ന തരത്തിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ആ ചിത്രം. ആളുകൾ ഒരുപാട് ലക്ഷദ്വീപിനെ തിരഞ്ഞു. ലക്ഷദ്വീപിലേക്ക് വലിയ വിനോദസഞ്ചാരികളുടെ പ്രവാഹമുണ്ടായി. ഇന്ത്യൻ ടൂറിസം ലക്ഷദ്വീപിനെ ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് ഡെസ്റ്റിനേഷനുകളിലൊന്നായി പ്രൊമോട്ട് ചെയ്തു. സ്വാഭാവികമായും സംഭവിച്ചത് മാൽദ്വീപ്സിലേക്കുള്ള ബുക്കിംഗ് തലകുത്തി വീണു. മാലദ്വീപ് ആകെ ഉള്ളത് ടൂറിസം കൊണ്ട് കഞ്ഞി കുടിച്ച് കഴിയുകയാണ്. ഒരു നല്ല ആശുപത്രിയില്ല. തിരുവനന്തപുരത്ത് പോയാൽ തിരുവനന്തപുരത്ത് ആ മാഞ്ഞാലിക്കുലം റോഡിലുള്ള 2 ഹോട്ടലുകൾ അറിയപ്പെടുന്നത് മാലി ഹോട്ടൽ എന്നാണ് പറയുന്നത്. നന്നായി നടക്കുന്ന ഹോട്ടലാണ്, നല്ല ഫുഡും ഒക്കെ കിട്ടും, നല്ല അക്കോമഡേഷനും. പക്ഷെ മാലിക്കാർ വന്നാൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അവിടെയാണ്. പഠിക്കാൻ വരുന്നത് തിരുവനന്തപുരത്താണ്, നല്ല ചികിത്സയ്ക്ക് വരുന്നത് തിരുവനന്തപുരത്താണ്. ആകെ കൂടെ കടലിൽ പൊട്ടുപോലെ 5-6 ദ്വീപുകളുണ്ട്.
ആ ദ്വീപിൽ മാൽദീവ്സിനെ കുറിച്ച് പറയുന്നത് മാൽദീവ്സിലേക്ക് ഓരോ വർഷവും വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുക. ഒരു 10-20 വർഷം കഴിയുമ്പോൾ മാൽദീവ്സ് മുഴുവൻ വെള്ളത്തിനടിയിലായി പോകുമെന്നൊരു കണക്കുണ്ട്. മാൽദീവ്സിൻ്റെ മുൻ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയിൽ ഇത് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ നാട് മുഴുവൻ കടലിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യം ലോകത്തുണ്ടാവത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ജനതയ്ക്ക് എവിടെ പോകും? അപ്പോൾ നമ്മുടെ കേരള സർക്കാർ കുറേ പേര് ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ ചില പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തു. കാരണം അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന ഒന്നാമത് മുസ്ലിംസാണ്, രണ്ടാമത് അത് വന്നുകൊണ്ട് താമസിപ്പിച്ച കേരളം അതിന് മുൻകൈ എടുത്താൽ ജലീലിൻ്റെ കാലത്തായിരുന്നു. ജലീൽ ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. മാലിക്കാരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ഒരുപാട് പേര് പഠിക്കാനൊക്കെ വരുന്നുണ്ട്. പഠിക്കാൻ വരാതെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നവരുടെ പഴയ ബംഗ്ലാദേശികൾ വരുന്നത് പോലെ അവർക്ക് ID കാർഡും ആധാർ കാർഡും ഒക്കെ കൊടുത്ത് ഇവിടെ വോട്ടർമാരാക്കുന്ന ഒരു പദ്ധതി കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ത്യ സർക്കാർ അറിയാതെ ഉള്ള നീക്കം നടക്കില്ല. ഏതായാലും മാലി വലിയ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്, അവരുടെ ഭാവിയും പ്രതിസന്ധിയിലാണ്. മാൽദീവ്സിനെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഏക വരുമാനം ഈ ടൂറിസമായിരുന്നത്. ലക്ഷദ്വീപ് കാമ്പയിൽ ബന്ധപ്പെട്ട് തകർന്ന് തരിപ്പണമായി. അവസാനം മോദിക്കെതിരെ വിമർശനം നടത്തിയ മന്ത്രിമാരെ പുറത്താക്കി. നമ്മുടെ പട്ടാളക്കാർ തിരിച്ചങ്ങോട്ട് ചെല്ലാൻ മാത്രമല്ല, അവിടുത്തെ കുറേ ദ്വീപുകൾ ഇന്ത്യക്ക് തന്നു മൊയ്സു. അപ്പോൾ അങ്ങനെ ചൈന എന്ന് പറഞ്ഞാൽ ചൈനയുടെ കണ്ടിട്ട് ചൈന നോക്കുന്നത് 5-6 പൊട്ട് പോലത്തെ ദ്വീപ്, അവിടെ പോയിട്ട് എന്തെടുക്കാനാണ് എന്താണ് ചൈനയെ കണ്ടു. ചൈന ഈ പറഞ്ഞതുപോലെ ചൈന ഇടയ്ക്ക് വെച്ച് എന്തുകൊണ്ടോ മാൽദീവ്സിനെ കൈവിട്ടു. അല്ലെങ്കിൽ മാൽദീവ്സ് ചൈനയല്ല, ഇന്ത്യയാണ് ഞങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ, ഏക അവലംബം, ആശ്രയം ഇന്ത്യയാണ് എന്ന് കരുതി ചൈനയെ വിട്ടിട്ട് ഇന്ത്യയിലേക്ക് വന്ന് നരേന്ദ്രമോദിയെ കണ്ട്, നേരത്തെ സിരു പറഞ്ഞതുപോലെ ഇവിടെ വന്ന് മോദിയെ കാണാൻ വേണ്ടി മൊയ്സു വന്നിരുന്നു. വന്ന് ക്ഷണിച്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ 60ാം സ്വാതന്ത്ര്യ ദിനത്തിന് അങ്ങ് മുഖ്യ അതിഥിയായി വരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇന്നലെ മോദി അവിടെ വന്നിറങ്ങുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു. ഇസ്ലാമിക രാജ്യമാണ്, മുസ്ലിം ജനതയാണ്, അവർക്കുള്ളിൽ ഇന്ത്യ വിരുദ്ധത, ഹിന്ദു വിരുദ്ധത ഒക്കെ വലിയ തോതിൽ കുത്തിവെച്ചിരുന്നു. അതിടയ്ക്ക് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് അധ്യാപകർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് മാൽദീവ്സിൽ. ഇവിടുന്ന് പോയിട്ടുള്ള ചില കമ്മിക്കൂട്ടങ്ങൾ അവിടെയുണ്ട്, കമ്മി അധ്യാപകരാണ്. ഇവരാണ് ഈ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലും അവരുടെ മാതാപിതാക്കൾക്കിടയിലും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ വല്ലാതെ ദ്രോഹിക്കുന്ന രാജ്യമാണ്, ഇവിടെ RSSൻ്റെ ഭീകര, BJPയുടെ ഭീകര ഫാസിസ്റ്റ് വാഴ്ചയാണെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമ്പയിൻസ് അവിടെ നടത്തി മാൽദീവ്സിലെ ജനങ്ങളെ ഇന്ത്യക്കെതിരാക്കുന്നതിൽ ഇവിടെ നിന്ന് പോയ ചില അധ്യാപകർ, മലയാളി അധ്യാപകർ, അങ്ങനെ പറയണല്ലോ, കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റുകളായ ചില മലയാളി അധ്യാപകർ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പക്കൽ വിവരമുണ്ട്. അവരുടെ പേരുകളും ഡീറ്റെയിൽസും ഒക്കെ സർക്കാർ കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർക്കുള്ള പണി വഴിയേ വരും. കാരണം മാൽദീവ്സിൻ്റെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ മോദിയുടെ ദാസനായിട്ട് വിനീത വിധേയനായിട്ട് നിൽക്കുകയാണ്. നാളെ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഇന്ത്യ വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാൻ ആസൂത്രിതമായി നീക്കം നടത്തിയ ആളുകളുടെ പട്ടിക ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പക്കലുള്ളത് ഒരു പക്ഷേ മാൽദീവ്സിന് കൊടുത്താൽ അവരെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, അവിടെ വേണ്ട പണി മൊയ്സ് കൊടുത്തോളും. അത് മലയാളി എവിടെ പോയാലും അവൻ്റെ തനിക്കുണം കാണിക്കുമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നതല്ല, അങ്ങനെ ഇന്ത്യ വിരുദ്ധ വികാരമുണ്ടാക്കിയിരുന്ന മാലിയിലെ ജനങ്ങൾ, മാലി എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ രാജ്യമായ മാലിയുണ്ട്, മാൽദീവ്സ് എന്നാണ് ഇതിന് പറയേണ്ടത്. പക്ഷെ നമ്മളൊക്കെ സൗകര്യം കൊണ്ട് മാലി എന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ അടുത്ത രാജ്യമല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് അല്പം ദൂരം പറഞ്ഞാൽ ചെല്ലാവുന്ന രാജ്യമാണ്. അപ്പോൾ മാലിയിലെ ജനങ്ങൾ സർവാത്മന സഹർഷം മോദിയെ വരവേൽക്കാൻ നിൽക്കുന്ന വീഡിയോകളും കണ്ടു. അപ്പോൾ ഏതായാലും ഈ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ ചൈന വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ശ്രീലങ്കയുടെ കാര്യത്തിൽ ഹമ്പൻതോട്ടയിൽ ശ്രീലങ്കയിലെ തുറമുഖം ഉണ്ടാക്കി ചൈന വന്നപ്പോൾ ഇപ്പോൾ അവിടെ അടുത്തൊരു തുറമുഖം ഇന്ത്യക്ക് കിട്ടി. നമ്മൾ സംസാരിച്ചു. അപ്പോൾ ചൈനയ്ക്ക് മാത്രമല്ല, പുതിയ പ്രസിഡന്റ് വന്നപ്പോഴത്തേക്ക് ചൈന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർക്കാരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ കരുതി ചൈനയ്ക്ക് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ചൈനയുടെ താവളമായിട്ട് ശ്രീലങ്ക അങ്ങനെ മാറും എന്നൊക്കെയാണ് കരുതിയത്. അവിടെയും ഈ പ്രശ്നമുണ്ട്. ശ്രീലങ്കയുടെയും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഇന്ത്യയുടെ ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മാലിക്കാണേലും ചൈനയ്ക്കാണേലും നിന്നു പഴയ്ക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഒരു തുറമുഖമുള്ള ഹമ്പൻതോട്ട തുറമുഖം, ചൈന ധനസഹായം കൊടുക്കാം പദ്ധതിയിട്ട തുറമുഖമാണ്. ചൈന സഹായിക്കാൻ അവസാനം ചൈനയുടെ ആയിട്ട് മാറി. അതുപോലെ ഇപ്പോൾ ഒരു വലിയ കണ്ടെയ്നർ ടെർമിനൽ അത് അവിടെ ഇന്ത്യക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസിങ് ശ്രീലങ്ക ചെയ്താണ് ശ്രീലങ്ക പോകുന്നത്. ഏതായാലും മാൽദീവ്സിനെ സംബന്ധിച്ച് പൂർണ്ണമായും ഇന്ത്യ പക്ഷത്തേക്ക്
മാൽദീവ്സ് വന്നിരിക്കുന്നു. 4850 കോടി രൂപ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ തുകയൊന്നുമല്ല. പക്ഷേ മാലദ്വീപിനെ സംബന്ധിച്ച് വലിയ തുകയാണ്. നമ്മളത് കൊടുത്തു, അത് വായ്പയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ കടം വാങ്ങുന്ന പണ്ടപ്പോൾ ഇന്ത്യ കടം വാങ്ങുന്നു ഒക്കെ വലിയ വാർത്ത. പണ്ടൊക്കെ IMF ലോൺ എടുക്കുന്നു, ADB ലോൺ എടുക്കുന്നു, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ IMF ലോണൊക്കെ ഇന്ത്യ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ IMF ലോൺ എടുക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തയൊന്നും കേൾക്കുന്നില്ല, അല്ലേ? നമ്മൾ അത്യാവശ്യം ലോണൊക്കെ കൊടുത്തു തുടങ്ങി. നമ്മൾ ആയുധം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആയുധം വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വാങ്ങുന്ന ആയുധങ്ങളൊക്കെ വിമാനങ്ങളും അപ്പാച്ചെ ഹെലികോപ്റ്റർ പോലുള്ള ഹെലികോപ്റ്ററുകളും ഒക്കെയാണ് വാങ്ങുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മിസൈലുകൾ വരെ നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് വലിയ ഒരു സ്ട്രാറ്റജിക്കലി വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് ഇന്ത്യ മാറുമ്പോൾ മാൽദീവ്സ് സമ്പൂർണ്ണമായും നരേന്ദ്രമോദിയുടെ പാദത്തിൽ പ്രണമിച്ച് നിൽക്കുന്നൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മാലി പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ കറുത്ത കണ്ണട വെച്ചത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.